എല്ലാവർക്കും ഫ്രൈഡേ കിച്ചൺ സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും റിച്ച് ആയിട്ടുള്ള വളരെ സുലഭമായിട്ട് കിട്ടുന്ന 2 ഫ്രൂട്ട്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് തയ്യാറാക്കാൻ പോകുന്നത്. ക്ഷീണവും ദാഹവും ഒക്കെ അകറ്റാനും വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസാണ് ഈ പൈനാപ്പിൾ മാംഗോ ജ്യൂസ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഈ പൈനാപ്പിൾ മാംഗോ ജ്യൂസ് തയ്യാറാക്കാൻ. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതും 1 കപ്പ് പഴുത്ത മാങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതും ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കണം. അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു ചെറിയ പീസ് ഇഞ്ചി, ഈ ഒരു ചെറിയ പീസ് മതിയാവും, ഒത്തിരി വലുത് വേണ്ട. ഈ ഒരു സൈസിലുള്ള ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഇതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് പഞ്ചസാരയും നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. മിനിമം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയെങ്കിലും ചേർക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാങ്ങയ്ക്ക് നല്ല മധുരം ഉള്ളതാണെങ്കിലും പൈനാപ്പിളിനൊക്കെ നല്ല മധുരം ഉള്ളതാണെങ്കിലും മധുരം കുറച്ച് ചേർത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാം. ഇനി ഒരു 3-4 ഐസ് ക്യൂബ്സ് കൂടി ഇതിലേക്ക് ചേർക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. പൈനാപ്പിളും ഇഞ്ചിയും മാങ്ങയും ചേരുമ്പോൾ ദഹനത്തിനും സ്കിന്നിനുമൊക്കെ നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ക്ഷീണമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഈ ഒരൊറ്റ ജ്യൂസ് കുടിക്കുവാണെങ്കിൽ തന്നെ നല്ലൊരു എനർജി ഫീലിംഗ് ഉണ്ടാകും നമുക്ക്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണിത്. കാരണം ഇഞ്ചിയുടെ രുചി വരാതെ തന്നെ പൈനാപ്പിളിൻ്റെയും മാമ്പഴത്തിൻ്റെയും വ്യത്യസ്തമായ ഒരു രുചിയാണ് ഇതിനുള്ളത്. ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ഈ ജ്യൂസ് ഹെൽപ്പ് ചെയ്യും. കണ്ടോ, നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. ഈ മാങ്ങാപ്പഴവും പൈനാപ്പിളും ഒക്കെ നമുക്ക് എപ്പോഴും അവൈലബിളായിട്ട് കിട്ടുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അതുപോലെ തന്നെ വളരെ നല്ല ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ വളരെ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ മിക്സ് ചെയ്ത് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.